ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? ഇന്ന് ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് 3 പെർഫ്യൂം. ഒരെണ്ണം ഗനിമേഡ്, മാർക്ക് ആൻ്റണി ബറോസിൻ്റെ ഗനിമേഡ്. പിന്നെ ഒരെണ്ണം മെയ്സൺ ഫ്രാൻസിസ് കുർദിജാൻ്റെ ജെൻറൽ ഫ്ലൂഡിറ്റി സിൽവർ. ജെൻറൽ ഫ്ലൂഡിറ്റി മെയ്സൺ ഇതിങ്ങനെ ജെൻറൽ ഫ്ലൂഡിറ്റി സിൽവർന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അങ്ങനെ ഉണ്ട്. ഇത് സിൽവർ എന്ന് പറയാൻ ഇതിൻ്റെ ഗോൾഡ് വേറെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ബോട്ടിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സിൽവറിൽ എൻക്രേവിങ്സ് വരുന്നത് സിൽവറും ഗോൾഡിൽ എൻക്രേവിങ്സ് വരുന്നത് മെയ്സൺ ജെൻറൽ ഫ്ലൂഡിറ്റി ഗോൾഡും. രണ്ടും വ്യത്യസ്ത പെർഫ്യൂമാണ് കേട്ടോ. രണ്ടെണ്ണം പേര് വ്യത്യാസമുണ്ട്. വ്യത്യസ്ത പെർഫ്യൂമാണ്, പക്ഷെ പേര് എങ്ങനെയാണെന്ന് മാത്രം, സിൽവർ ആൻഡ് ഗോൾഡ്. പിന്നൊരെണ്ണം ഓൾഡ് ഫാഷൻ ബൈ കിലിയൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ട്രൈ ആക്കാം കേട്ടോ, ഗനിമേഡ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഓപ്പണിംഗ് ആണ് ഗനിമേഡ് നിന്ന് കിട്ടുക. നമ്മൾ കുറേ അധികം പെർഫ്യൂമുകൾ നമ്മൾ ട്രൈ ആക്കി ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയെങ്കിൽ ഗനിമേഡ് ഒന്ന് വേറിട്ട് നിൽക്കണം, ഒരു തരം ഡിഫറൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ്. നമുക്ക് ഇന്ന് നിലവിലുള്ള എന്തുകൊണ്ടും ഒരു അസോസിയേറ്റ് പറയാൻ പറ്റാത്ത ഒരു പെർഫ്യൂം, അല്ലെങ്കിൽ ഇപ്പോൾ ഔട്ട്ലാൻഡ്സ് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടത്. ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗനിമേഡാണ്. ഇതിൻ്റെ കാര്യങ്ങളുടെ കിടപ്പും ഇതിൻ്റെ ഓപ്പണിംഗ് മിഡിൽ നോട്ടിലേക്ക് ചേഞ്ച് ഉണ്ട്, ഡ്രൈ ഡൗണും വേറെ വ്യത്യാസമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് പെർഫ്യൂം. ആൻഡ് ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഒരു ഡിസൈനർ ബ്രാൻഡ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, പക്ഷേ നീസ് ടെറിട്ടറിയിലാണ് പ്രൈസിങ് ഒക്കെ. പിന്നെ എന്തൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്കിന്നിലൊന്നും അടിക്കട്ടെ. ഞാൻ ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർഫ്യൂമിന് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ, അല്ലെങ്കിൽ ആ ഒക്കേഷന് സെൻട്രിക് മാത്രമായിട്ട് അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ഈ സാധനം. ഇത് എല്ലായിടത്തും നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഫസ്റ്റ് അപ്ലൈ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഇതിന് പോളറൈസിങ് ആയിട്ടുള്ള 2 സ്റ്റാൻഡ് പിടിക്കുന്ന ആൾക്കാർക്ക്, ഒന്നിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കണ്ടിട്ട് കണ്ടുകൂടാ. അങ്ങനത്തെ ഒരു ചാൻസ് പിടിക്കുന്ന ഒരു പെർഫ്യൂമാണിത്. ഇതിൻ്റെ ഓപ്പണിങ്ങിൽ കുറേ അധികം പെർഫ്യൂം ട്രൈ ചെയ്ത ആൾക്കാർക്ക് ഇതിൻ്റെ ഓപ്പണിങ്ങിന് ഒരു പ്രത്യേക ഭംഗി തന്നെ തോന്നട്ടെ. കാരണം ഇതിൻ്റെ ഡിഫറൻസ് നേച്ചറിലാണ് ഞാനും വീണ് പോയത്. ഓപ്പണിങ്ങിൽ ഭയങ്കര സോൾട്ടി മറൈൻ അക്വാട്ടിക് ആണ്. അതും നല്ലൊരു ബ്ലാസ്റ്റ് ആയിട്ട് തന്നെ. അങ്ങനത്തെ ഒരു സോൾട്ടി മറൈൻ അക്വാട്ടിക് ഓപ്പണിങ് നല്ലൊരു ബ്ലാസ്റ്റിങ്ങിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ഷാർപ്പ് ഓപ്പണിംഗ് ആണ്. എന്നാൽ സിന്തറ്റിക് ആണ് സാധനം. ബട്ട് ഇൻഫാക്ട് നമുക്ക് ഒരു ഷാർപ്പ് എന്ന് പറഞ്ഞേക്കാൾ ഉപരി അവരൊരു വ്യത്യസ്ത തരം സ്മെല്ല് പിടിച്ചു എന്ന് പറയാം. അത് കുറച്ച് ഷാർപ്പായി എന്നും പറയാം. അങ്ങനെ കുറച്ച് ഷാർപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഷാർപ്പ് ഓപ്പണിങ്ങിൽ ഭയങ്കര സോൾട്ടി, ഈ എയറി ഉണ്ട്, സോൾട്ടി എയറി മറൈൻ അക്വാട്ടിക് നോട്ട്സ് ആണ് ആദ്യം മനസ്സിലേക്ക് വരിക. പിന്നെ അതിൻ്റെ തൊട്ടൊപ്പം തന്നെ ഇതിങ്ങോട്ട് വന്നേക്ക് പിന്നെ മൈൻഡിലേക്ക് ഇതിൻ്റെ ഒപ്പം ആദ്യം സോൾട്ടി നോട്ടിൻ്റെ പിന്നിൽ കൂടെ ഒരു അനിമാലിക് ലെതറി സംഗതി വന്ന് കിടക്കുന്നുണ്ട്. ഒരു തരം കുറച്ച് ഫ്ലോറൽ, കുറച്ച് അനിമാലിക് ലെതർ. ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അനിമാലിക് നേച്ചറില്ല, ഒരു സ്കാങ്കി പ്യുവർ ആയിട്ടുള്ള ഒരു റോ ലെതറിൻ്റെ നേച്ചറിനെ ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, ആ ഒരു പൊട്ടൻസി കുറക്കാൻ വേണ്ടിയിട്ട് അടിക്കൂടെ ഒരു ഫ്ലോറൽ നോട്ട് ഇങ്ങനെ പോണ്ടെന്ന് മാത്രം. പക്ഷേ ഒന്ന് പിടിച്ചു നിർത്താനാണ് ഇതിൻ്റെ റോ അനിമാലിക് നോട്ട് കിട്ടാണ്ടിരിക്കാൻ. ഒരു തരം ലക്ഷൂറിയസ് സ്മെല്ല്, ഞാൻ എവിടെയും കിട്ടാത്ത ഭയങ്കര ഹൈ ക്ലാസ് ലക്ഷൂറിയസ് സ്മെല്ല്. കിൻടൺ ബിഷ് എന്നാണ് ഈ പെർഫ്യൂമിൻ്റെ പേര്. ആൻഡ് ഈ പെർഫ്യൂമിനോട് കുറച്ച് താല്പര്യമുള്ള ആൾക്കാർ ഫുൾ ബോട്ടിൽ വാങ്ങും, അല്ലെങ്കിൽ 50 ml അല്ലെങ്കിൽ 30 ml, അറ്റ്ലീസ്റ്റ് 30 ml ഉണ്ട് തോന്നുന്നുണ്ട്. ഐ ഗെസ്, ഐ എം നോട്ട് ഷുവർ. എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഒരു പെർഫ്യൂം കൊനൂഷ്യറിന് ഈ പെർഫ്യൂം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പം അങ്ങനെ ഒരു തരം ഡിഫറെൻ്റ് ഓപ്പണിങ് ഇങ്ങനെ വരും. ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സോൾട്ടി മറൈൻ അക്വാട്ടിക് മറൈൻ എടുത്ത് കാലത്ത് സോൾട്ട് അവിടെ നിർത്തി, അതിൻ്റെ ഒപ്പം ഒരു എർത്തി, കുറച്ച് ഗ്രീൻ എർത്തി, കുറച്ച് പച്ചപ്പ്, പിന്നെ ഈ അനിമാലിക് ലെതറി ഇങ്ങനെ മിഡിൽ നോട്ടിലേക്ക് വരുന്നുണ്ട്. ഓപ്പണിങ് അടിപൊളി നോട്ടാണെങ്കിലും ഈ സെക്കൻഡ് നോട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ പെർഫ്യൂം പിന്നെ ഓപ്പണിങ്ങിലുള്ള ആ ഒരു പോളറൈസിങ്ങിനേക്കാളും
രണ്ടിരട്ടിയായി ഇതിൻ്റെ മിഡിൽ നോട്ടിലേക്ക് വരുന്ന പോളറൈസിങ്. ഈ മിഡിൽ നോട്ടും ഇഷ്ടപ്പെടണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മിഡിൽ നോട്ടിൻ്റെ ഫേവറേറ്റ് അല്ല. ഈ മിഡിൽ നോട്ട് കടന്നു കഴിഞ്ഞാൽ ഐ ടെൻ ടു റീഅപ്ലൈ ദിസ് പെർഫ്യൂം. ഇത് എപ്പോഴും എനിക്ക് ഇതിൻ്റെ ഓപ്പണിങ് തന്നെ ഇങ്ങനെ ഈ പെർഫ്യൂം നിൽക്കണം എന്നുള്ളൊരു താല്പര്യക്കാരനാണ് ഞാൻ. പിന്നെ അവിടുന്ന് ഡ്രൈ ഡൗണിലേക്ക് ഈ ഒരു അനിമാലിക് ലെതറി പ്ലസ് സോൾട്ടി ആയിട്ട് അതങ്ങനെ പോവാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല, ഒരു തരം സോൾട്ടി ലെതറി എർത്തി പെർഫ്യൂം, അത്ര എനിക്ക് പറഞ്ഞൊപ്പിക്കാൻ കഴിയുള്ളൂ. ഇത് നിങ്ങൾ ട്രൈ ആക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അൺലെസ് അതർവൈസ് ഈ പെർഫ്യൂം നമുക്ക് ഇന്ന് നിലവിലുള്ള ഒരു ഇൻഗ്രീഡിയൻസിനെ കൊണ്ടൊന്നും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒപ്പിച്ചാൻ കഴിയും തോന്നുന്നില്ല. അങ്ങനെ അത്രയും ഒരു ഡിഫറെൻറ്റ് നാച്ചുറലുമാണ് ഒരു പെർഫ്യൂം. വർത്ത് ദ ട്രൈ എന്ന് പറയാൻ പറ്റും, വർത്ത് ദ ബൈ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു തരം ട്രൈ കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത് വാങ്ങിക്കാം ഇൻഷാ അല്ലാഹ്. ഓപ്പണിങ് ഒരു അടിപൊളി ഓപ്പണിംഗ് ആണ്, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒരു തരം ഡിഫറെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി അൺഎക്സ്പെക്റ്റഡ് ഓപ്പണിങ്. അത്ര നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ മൈൻഡിലേക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്താലും അതിനെ മറികടക്കുന്ന ഒരു ഓപ്പണിംഗ് തന്നെ പറയാൻ കഴിയുള്ളൂ. ഒരു എന്താ ഡിഫറെൻ്റ് ഓപ്പണിങ്ങിൽ നമ്മൾ ഇങ്ങനെ വീണ് പോകുന്ന ഒരു തരം പെർഫ്യൂം അങ്ങനെ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻസ്പയർഡും ഒക്കെ ഇവിടെ മാർക്കറ്റിൽ നിന്ന് ട്രൈ ആക്കി ഒരുവിധം ഒപ്പം പിടിച്ചിട്ടുണ്ട്. യു ഗൈസ് നിങ്ങൾ ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്പയർഡ് ഒന്ന് ട്രൈ ആക്കിയാലും പെർഫ്യൂം ഇഷ്ടപ്പെട്ടു. ഈ ഇൻസ്പയർഡിൽ ഞാൻ ട്രൈ ആക്കിയതും ഇതിൻ്റെ മിഡിൽ നോട്ട് പോകുമ്പോൾ ഈ അനിമാലിക് ലെതറി ഒന്നും കൂടി പഞ്ചൻ്റ് ആയിട്ട് വരുന്നുണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ. അത് ഒരു പെർഫ്യൂമിന് ട്രൈ ആക്കുന്നുണ്ട്, അതിൻ്റെതാണ് ഇതിവിടെ. ആ ഒരു പഞ്ചൻ്റ് നോട്ട് ഇതിലേക്ക് വന്ന് കിടക്കുമ്പോൾ ഒരു തരം ബുദ്ധിമുട്ടുണ്ട് എന്ന് സത്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതാണ് ഗനിമേഡ്. ഒരു ലക്ഷൂറിയസ് സ്മെല്ലാണ്, അതിനൊരു സ്പെഷ്യൽ പെക്യുലർ ടേസ്റ്റ് വേണമെന്ന് മാത്രം. പിന്നെ നമ്മൾ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മേസൺ ഫ്രാൻസിസ് കൂർദിജാൻ്റെ ജെൻറൽ ഫ്ലൂയിഡിറ്റി സിൽവർ ടാർ. പിന്നെ ഇങ്ങനത്തെ ഇത് ഞാൻ കുറച്ച് ട്രയലും ടെസ്റ്റ് ആക്കിയിട്ടുണ്ട്, അടിക്കട്ടെ. ഇത് ഞാൻ ഇന്നലെ ഫുൾ ഡേ ഈ പെർഫ്യൂം ഞാൻ 2-3 പ്രാവശ്യം അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ റിവ്യൂവിന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പെർഫ്യൂം ജെൻറൽ ഫ്ലൂയിഡിറ്റി എന്നുള്ള പേര് ഞാൻ ഒന്നുകൂടി ഈ പേരിനോട് ഒത്തിട്ട് ഈ പെർഫ്യൂം ഇല്ലയെന്ന് പറയും ചിലപ്പോൾ. ഈ ഗോൾഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ട്രൈ ആക്കിയിട്ടില്ല, എൻ്റെ കയ്യിലുള്ള ഡീക്കൻ്റെ സിൽവറാണ്. ഇതൊരു ബാർബർ ഷോപ്പിൽ ക്ലീൻ മസ്കി സെൻറ്റ് ഇട്ടാ. ഓപ്പണിങ്ങിൽ കുറച്ച് ജാസ്മിൻ, കുറച്ച് സ്പൈസസ് വരുന്നുണ്ട്. സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ സ്പൈസാണ്, അങ്ങനെ സ്പൈസസ് എന്ന് പറയാനില്ല. എന്ത് സ്പൈസ് ആണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഈ സാധനം ഉണ്ട്, കുന്തിരിക്കം. ആ സാധനത്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്, ബെഞ്ചോയിൻ എന്നാൽ പറയാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് വന്ന് കിടക്കുന്നുണ്ട്. OSL കുറോസ് ഇല്ലേ, അപ്പോൾ പുതിയ കുറോസ് ഉണ്ട്, പഴയ കുറോസ് അല്ല, എൻ്റെ കയ്യിലുള്ള കുറോസ് അല്ല, പഴയ കുറോസിൻ്റെ ഒരു ടോൺ ഡൗൺ വേർഷൻ. അതേ സെയിം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു വ്യൂ ഞാൻ എവിടെയോ ഒരു ഫോറത്തിലോ ആരും ഒരു സിമിലാരിറ്റി പറഞ്ഞത് കേട്ടിട്ടില്ല. എനിക്കൊരു തോന്നലാണ്. എന്നാൽ കൂടി ആ ഒരു ബാർബർ ഷോപ്പി നേച്ചർ സിമ്പിൾ ക്ലീൻ വൈബിലേക്കാണ് പോണത്. ഒരു നീഷ് പെർഫ്യൂം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ ഡീക്കൻ്റെ തന്നെ ഉണ്ടാവുള്ളൂ, ഇനിയൊരു ടെസ്റ്റോ ട്രയലൊന്നും ഞാൻ സിൽവർ ആക്കൂല. അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പെർഫ്യൂം ഒരു ജാസ്മിൻ വരുന്നുണ്ട്, ഒന്ന് ഫ്ലോറൽ വരുന്നുണ്ട്. ഓപ്പണിങ്ങിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഫീൽ ആവുന്നുണ്ട്. പക്ഷേ അടിക്കൂടെ ടോൺ മസ്കി വൈബ് വരുന്നുണ്ട്. ഓപ്പണിങ്ങിൽ നമുക്ക് ഒരു ഫസ്റ്റ് തന്നെ കിട്ടുക ഒരു ഫ്ലോറൽ, ജാസ്മിൻ, മസ്കി, കുറച്ച് അനിമാലിക് നോട്ടാണ് ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നത്. അത് അനിമാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗഡറി അനിമാലിക് എന്ന് പറയാം, കാരണം ആ ബാർബർ ഷോപ്പി സെൻ്റാണ് ഇതിലുള്ളത്. മിഡിൽ നോട്ടേക്ക് വരുമ്പോൾ മിഡിൽ നോട്ടാണ് ഇതിലിപ്പോൾ മിഡിൽ നോട്ടേക്ക് കിട്ടുന്നില്ല. ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഡിൽ നോട്ടിലേക്ക് ഈ മസ്കി, അതേപോലെ ഈ ജാസ്മിൻ ടോൺ ഡൗൺ ചെയ്ത് ഈ മസ്കിയുടെ ഒപ്പം ഈ സ്പൈസസിൻ്റെ നോട്ട് കുറച്ച് കയറി എടുക്കുന്നുണ്ട്. അതാണ് മിഡിൽ നോട്ടിലേക്ക് വരിക. ഈ മിഡിൽ നോട്ട് തന്നെയാണ് ഇങ്ങനെ അതിൻ്റെ കനം കുറഞ്ഞിട്ട് അതങ്ങനെ സബ്റ്റിലായിട്ടൊരു വെറൊരു പൗഡറി നോട്ടായിട്ടാണ് ഇതങ്ങനെ പോവാണ്. ഞാൻ ഇന്നലെ 2-3 പ്രാവശ്യം അടിച്ചിട്ടുണ്ടായി. എല്ലാത്തിലും എനിക്ക് മനസ്സിലാക്കി ഈ പെർഫ്യൂം ഒരു 4-5 മണിക്കൂറിൽ എൻഡാർട്ടി തീർന്നു പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മൂക്ക് വെച്ചാലും എടുത്ത് വെച്ചാലും സ്മെല്ല് കിട്ടുന്നില്ല. ഒരു പ്രാവശ്യം ട്രയലാക്കാം, ടെസ്റ്റ് ആക്കാം എന്ന് മാത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനോടൊന്നും ഈ പെർഫ്യൂം ഒക്കില്ല. പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ജെൻറൽ ഫ്ലൂയിഡിറ്റി സിൽവർ. ഇനി അടുത്തത് ഓൾഡ് ഫാഷൻ ബൈ കിലിയൻ.
ഇതെന്നെ അടിച്ചു നോക്കൂല കേട്ടാ. എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയനായിരിക്കും. ഇതിൻ്റെ അടുത്തേക്ക് ഞാൻ പൂലാന്ന് തീരുമാനിച്ചു. ഞാൻ മിഞ്ഞാന്ന് 4-ാം നെറ്റ് അടിച്ചു. അന്ന് കയറിയ തലവേദന അന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം നീച്ചപ്പോഴാണ് മാറി കിട്ടിയത്. ഒരു തരം എന്താ പറയുക, അമേരിക്കൻസിൽ ഒരു കൗബോയ്സ് ടെറിട്ടറിയിൽ കുറച്ച് വൃത്തിയില്ലാത്ത കൗബോയ്സൊക്കെ എന്ത് പെർഫ്യൂം അടിച്ചു, അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയ പെർഫ്യൂം കൗബോയ്സ്. ഞാൻ ബേസിക്കലി എനിക്കിത് ആദ്യത്തെ അടിച്ചപ്പോൾ തന്നെ ഇതിലൊരു ബ്ലാക്ക് നോട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് അറിയാം എന്നാലും ഒരു അറിയാത്തൊരു നോട്ട് ഇതിലുണ്ട്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഷിജിത്തിന് അടിച്ചു കൊടുത്തു. ഓക്കെ, എനിക്ക് അതറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അവൻ പറഞ്ഞു ഇൻസ്റ്റൻ്റ്ലി ദിസ് ഈസ് ദ സ്മെൽ ഓഫ് റം. മനസ്സിലായോ? കച്ചറ, അതും ഹൈ ക്വാളിറ്റി റമ്മൊന്നുമല്ല, സാധാ ചാത്തൻ റമ്മിൻ്റെ സ്മെല്ലാണെന്ന് പറഞ്ഞു. അതന്നെയാണ്. അപ്പോൾ എനിക്കിതറിയാം ഇതൊരു ആൽക്കഹോളിക് സെൻട്രിക് ഫോർവേഡാണ്, പക്ഷെ എന്താ സാധനം ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് കുടിക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചു നോക്കുമ്പോൾ അവൻ പറഞ്ഞ് ഇത് റമ്മിൻ്റെ സ്മെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തരം തലവേദന എടുക്കുന്ന നോട്ടാണ്. എന്താണേലും ആ നോട്ട്, ആ റമ്മിൻ്റെ നോട്ടിൻ്റെ ഒപ്പം ഹൈലി ഹെവിലി കാർഡമൺ പ്ലസ് കാർഡമണും അതേപോലെ കുറച്ച് ടോഫി നോട്ടായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ സുഗന്ധങ്ങളോട് നമുക്ക് തോന്നുന്ന ഒരു ആഗ്രഹമൊന്നും ഒരു അഭിനിവേശമൊന്നും ഈ പെർഫ്യൂമിനോട് നമുക്ക് തോന്നില്ല. ഇതൊരു പഴഞ്ചൻ സുഗന്ധമേ തോന്നുള്ളൂ. എന്നാലും ഇതുമൊന്ന് അടിച്ചു വെക്കാം, ഒന്നുകൂടി ഇതിൻ്റെ ഒരു കൈമാവരുത് നോക്കട്ടെ. മുന്നിൽ ഈ സ്പൈസസ് മറ്റേ കാർഡമണും ഏലക്കായും കാർഡമണും ഒന്ന്, കാർഡമൺ അതേപോലെ അതിൻ്റെ മറ്റേ കുറച്ച് ഗ്രാമ്പു ഈ സാധനങ്ങളൊക്കെ ഫോർവേഡ് മുന്നിലുണ്ട്. പിന്നെ ഈ കഫ് സിറപ്പാണ് മൈൻഡിൽ കൂടി വരുന്നത്. പക്ഷെ ആ ഒരു നോട്ട് ഈ ഒരു ബൂസി നോട്ടാണ്. അതന്നെ കഫ് സിറപ്പ് കൂടെ കണ്ടമാനം ഏലക്കായ ഇതൊക്കെ പൊടിച്ചിട്ടിട്ട് മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ എന്ത് സ്മെല്ലോ. ഇതാണ് ഈ സാധനം. ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദിസ്. പറ്റൂല. പിന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് പെർഫ്യൂംസ് ഉണ്ട്, അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ്.